നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായ കെ.സി. വേണുഗോപാലിൻ്റെ പരാമർശം വിവാദമായതിന് പിന്നാലെ കെ.സിക്ക് പിന്തുണയുമായിട്ട് ഷാഫി പറമ്പിലും ഒപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലും രംഗത്തെത്തി. പ്രേമേന്ദ്രനെ പരനാറി എന്ന് വിളിച്ച മാധ്യമപ്രവർത്തകനെ എടോ ഗോപാലകൃഷ്ണ എന്ന് വിളിച്ച പിണറായിയെ ദൈവം തമ്പുരാൻ എന്ന് വിളിക്കണമായിരിക്കും. കാരണഭൂതമെന്ന് കേട്ടപ്പോൾ തിളയ്ക്കാത്തതൊന്നും ദുർഭൂതമെന്ന് കേൾക്കുമ്പോഴും വേണ്ട എന്ന് പറയുകയാണ് കെ.സി. വേണുഗോപാലിനെ പിന്തുണച്ച യുവനേതാക്കൾ. പിണറായി മൂന്നാമതും വരുമെന്ന് ചിലർ പ്രചരണം നടത്തുന്നുവെന്നും മൂന്നാമതും ദുർഭൂതം വരുമെന്നാണോ പ്രചരിപ്പിക്കുന്നത് എന്നുമാണ് കെ.സി. വേണുഗോപാലിൻ്റെ പരിഹാസമുണ്ടായിരുന്നത്. കോൺഗ്രസിൻ്റെ വാർഡ് മെമ്പർമാരുടെ സമ്പൂർണ്ണ നേതൃയോഗത്തിലായിരുന്നു കെ.സി. വേണുഗോപാൽ അത്തരത്തിലൊരു പരാമർശം ഉന്നയിച്ചതും. AICC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള കെ.സി. വേണുഗോപാലിന് പിന്തുണയുമായിട്ട് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിലും ഒപ്പം തന്നെ വടകരയുടെ MP ആയിട്ടുള്ള ഷാഫി പറമ്പിലും അവരവരുടെ ഫേസ്ബുക്കിലൂടെ ഓരോ പോസ്റ്റ് ഇട്ടു. കാരണഭൂതമെന്ന് കേൾക്കുമ്പോൾ തിളയ്ക്കാത്തതൊന്നും ദുർഭൂതമെന്ന് കേൾക്കുമ്പോഴും വേണ്ട എന്ന് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കുറിച്ചു വച്ചത്. പഴയ പ്രവർത്തകനെ കൊന്നിട്ടും കുലംകുത്തിയെന്ന് വിളിച്ച മുഖ്യമന്ത്രിയെ വാഴ്ത്താൻ കെ.സി. വേണുഗോപാൽ നിങ്ങളുടെ വാഴ്ത്തുപാട്ട് സംഘത്തിലെ സംഘാംഗമല്ല, കോൺഗ്രസിൻ്റെ സംഘടനാ ജനറൽ സെക്രട്ടറിയാണ്. മോദിയെയും മോദി മീഡിയയെയും വകവയ്ക്കാത്ത ഒരാളെയാണ് നിങ്ങൾ ഒടുക്കുകൊട്ടി കാട്ടുന്നത് എന്നുകൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ എഴുതി ചേർത്തു. അരുങ്കൊലയ്ക്ക് ന്യായം ചമയ്ക്കാൻ ശ്രമിച്ചിട്ടുള്ള പിണറായി വിജയനെ കെ.സി. വേണുഗോപാൽ ദൈവം തമ്പുരാൻ എന്ന് വിളിക്കണോ എന്നാണ് ഷാഫി പറമ്പിൽ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ചോദിച്ചത്. ആശാവർക്കർമാരെ പട്ടിണിക്കിടുന്ന ദുർഭരണം ജനങ്ങൾ അവസാനിപ്പിക്കുക തന്നെ ചെയ്യുമെന്നും ഷാഫി പറമ്പിൽ കുറിച്ചു വച്ചു. പിണറായി വിജയൻ മുമ്പ് നടത്തിയിട്ടുള്ള വിവാദ പരാമർശങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെയായിരുന്നു ഇരു നേതാക്കളും, അതായത് ഷാഫിയും രാഹുലും അവരവരുടെ പോസ്റ്റുകൾ ഇട്ടത് എന്നതാണ്. ഷാഫി പറമ്പിലിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നതൊന്ന് ശ്രദ്ധിച്ചു കേൾക്കാം. ജനങ്ങൾ ഹൃദയാംഗീകാരം നൽകിയിട്ടുള്ള ഒരു പൊതുപ്രവർത്തകനെ പരനാറി എന്ന് ആവർത്തിച്ച് വിളിച്ചാക്ഷേപിച്ചിട്ടുള്ള ഒരു വൈദികനെ നികൃഷ്ടജീവിയായി ചിത്രീകരിച്ചിട്ടുള്ള ഒരു മാധ്യമപ്രവർത്തകനെ എടോ ഗോപാലകൃഷ്ണ എന്ന് ആക്രോശിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തിയിട്ടുള്ള 52 വെട്ടി TPയെ കൊന്നുതള്ളിയ ശേഷവും കുലംകുത്തി പ്രയോഗം നടത്തി അരുങ്കൊലയ്ക്ക് ന്യായം ചമയ്ക്കാൻ ശ്രമിച്ചിട്ടുള്ള പിണറായി വിജയനെ കെ.സി. വേണുഗോപാൽ ദൈവം തമ്പുരാൻ എന്ന് വിളിക്കണമോ, അല്ലെങ്കിൽ അങ്ങനെ വിളിക്കണമായിരിക്കും. പാവപ്പെട്ട ആശാവർക്കർമാരുടെ അതിജീവന സമരത്തെപ്പോലും ആക്ഷേപിച്ചുകൊണ്ട് അവരെ പട്ടിണിക്കിടുന്ന ഈ ദുർഭരണം ജനങ്ങൾ അവസാനിപ്പിക്കുക തന്നെ ചെയ്യുമെന്ന് കുറിച്ചു വയ്ക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അതേപോലെ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലും പറയുന്നത്. കേരളത്തിലെ തന്നെ ഒരു മുതിർന്ന പൊതുപ്രവർത്തകൻ പാർലമെന്റേറിയനുമായിട്ടുള്ള ശ്രീ N.K. പ്രേമേന്ദ്രനെ പരനാറി എന്ന് വിളിച്ചൊരു മതമേലധ്യക്ഷനെ താമരശ്ശേരി ബിഷപ്പ് ചിറ്റിലപ്പള്ളിയെ നികൃഷ്ടജീവി എന്ന് വിളിച്ചൊരു മാധ്യമപ്രവർത്തകനെ എടോ ഗോപാലകൃഷ്ണ എന്ന് വിളിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനുണ്ടല്ലോ, കൊല്ലപ്പെട്ട ഒരു പഴയ പ്രവർത്തകനെ കൊന്നിട്ടും കുലംകുത്തി എന്ന് വിളിച്ച് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ വാഴ്ത്താൻ ഈ കെ.സി. വേണുഗോപാൽ എന്ന് പറയപ്പെടുന്ന ഞങ്ങളുടെ നേതാവ് നിങ്ങളുടെ വാഴ്ത്തുപാട്ട് സംഘത്തിലെ സംഘാംഗമല്ല എന്നും അദ്ദേഹം കോൺഗ്രസിൻ്റെ സംഘടനാ ജനറൽ സെക്രട്ടറിയുമാണ് എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചത്. മോദിയെയും മോദി മീഡിയയും വകവയ്ക്കാത്ത ഒരാളെയാണ് നിങ്ങളെ ഉഴുക്കുകൊട്ടി കാട്ടുന്നത് എന്നുകൂടി എഴുതി വെച്ചു. കാരണഭൂതമെന്ന് കേട്ടപ്പോൾ തിളയ്ക്കാത്തതൊന്നും ദുർഭൂതമെന്ന് കേൾക്കുമ്പോഴും വേണ്ട എന്നുകൂടി പറയുവാൻ രാഹുൽ മാങ്കൂട്ടത്തിലും ഒപ്പം തന്നെ ഷാഫി പറമ്പിലും ശ്രമിച്ചു. മുഖ്യമന്ത്രിക്ക് ദുർഭൂതമെന്ന് കേട്ടപ്പോൾ എന്തുകൊണ്ടാണ് പിരിപൊട്ടിയത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ആഞ്ഞടിക്കാൻ കോൺഗ്രസ് ഇനിയും വൈകുകയാണെങ്കിൽ പുതിയ ചില രാഷ്ട്രീയ തീരുമാനങ്ങൾ, രാഷ്ട്രീയ നേട്ടങ്ങൾ കൊയ്യുവാൻ മറ്റു പല പാർട്ടികളും മുന്നോട്ട് വരുമെന്നുള്ളത് ഒരു സൂചനയാണ്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും അടങ്ങുന്ന യുവനേതാക്കൾ കെ.സി. വേണുഗോപാൽ പറഞ്ഞ ദുർഭൂതമെന്ന പദത്തിന് പിന്തുണയുമായി എത്തിയപ്പോൾ കെ.സി. വേണുഗോപാൽ രക്ഷപ്പെടുന്നു, ഒപ്പം തന്നെ കോൺഗ്രസും രക്ഷപ്പെടുന്നതായിരിക്കാം കാണുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. പക്ഷേ അവിടെ ഒരു തിരുത്തു വരേണ്ടത്, മുഖ്യമന്ത്രി പിണറായി വിജയനെ പരനാറിയെന്നും നികൃഷ്ടജീവിയെന്നും കുലംകുത്തിയെന്നുമൊക്കെ വിളിക്കാമെങ്കിൽ മുഖ്യമന്ത്രിയെയും ദുർഭൂതമെന്ന് വിളിക്കുന്നതിൽ തെറ്റില്ല എന്ന് തന്നെയാണ് യുവനേതാക്കളുടെ പക്ഷം. മറ്റൊരു കാര്യം, കാരണഭൂതമെന്ന് പറഞ്ഞപ്പോൾ രോമാഞ്ചം കണ്ട അതേ മുഖ്യമന്ത്രി
ദുർഭൂതമെന്ന് കേൾക്കുമ്പോഴും അതേ രോമാഞ്ചത്തിലൂടെ കടന്നു പോകുന്നതല്ലേ നല്ലത് എന്നുകൂടി ഈ ഇരു നേതാക്കളും പറയുന്നുമുണ്ട്. ഇങ്ങനെ പറഞ്ഞ് അത് കേട്ട് പുളകിതനാകുവാൻ മുഖ്യമന്ത്രി തയ്യാറാവുക. ഇല്ലെങ്കിൽ ആശാവർക്കർമാരുടെ സമരമെങ്കിലും ഒത്തുതീർത്ത് ആ ഒത്തുതീർപ്പിൽ അവരുടെ കീജയ് വിളികൾ കേട്ടെങ്കിലും രോമാഞ്ച പുളകിതനാവുക.